DC ഒരു നല്ല സിനിമയാണ്, സംശയമൊന്നുമില്ല. അരുൺ മാധേശ്വരന്റെ സംവിധാനവും ലോകേഷിന്റെ പ്രകടനവും ഒക്കെ കൊണ്ട് വളരെ മികച്ച ഒരു സിനിമയാണ്. പക്ഷേ ഈ സിനിമയുടെ യഥാർത്ഥ താരം ഇവരൊന്നുമല്ല. അത് മ്യൂസിക് ഡയറക്ടർ അനിരുദ്ധാണ്. എന്തുകൊണ്ടാണ് അനിരുദ്ധിന്റെ BGM ഒരു സിനിമയെ ഒരു സാധാരണ പ്രതികാര കഥയിൽ നിന്ന് ഒരു ഗംഭീര തിയേറ്റർ അനുഭവമാക്കി മാറ്റുന്നത്? നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. അത് തന്നെ സിനിമയെക്കുറിച്ചൊന്ന് പറയാം. DCയുടെ കഥ ഒരു പ്രതികാര കഥയാണ്. നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള, നമുക്ക് വളരെ പരിചിതമുള്ള ഒരു പശ്ചാത്തലം. ചതി, വഞ്ചന, നഷ്ടപ്രണയം, തിരികെ വന്ന് പ്രതികാരം ചെയ്യുന്ന നായകൻ, ഇതൊക്കെ തന്നെയാണ് DCയുടെയും ഒരു അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ഇതുവരെ കാണാത്ത ഒരു ഗംഭീര കഥ പ്രതീക്ഷിച്ചാണ് നിങ്ങൾ പോകുന്നത് ചിലപ്പോൾ നിരാശപ്പെടാം. കാരണം DCയുടെ യഥാർത്ഥ കരുത്ത് അതിൻ്റെ കഥയിലോ ട്വിസ്റ്റുകളിലോ അല്ല. അവിടെയാണ് അരുൺ മാധേശ്വരൻ എന്ന സംവിധായകൻ കയ്യടി വാങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ മുൻ സിനിമകളിലായ റോക്കി, സാനി കായിദം, അതുപോലെ ക്യാപ്റ്റൻ മില്ലറൊക്കെ കണ്ടവർക്ക് അറിയാം. അദ്ദേഹത്തിന് ഒരു സ്വന്തമായിട്ടൊരു വിഷ്വൽ സ്റ്റൈലുണ്ട്. ഒരു ഇരുണ്ട പരുക്കൻ ലോകങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട്. DCയിൽ ആ സ്റ്റൈൽ വളരെ വ്യക്തമാണ്. ഓരോ ഫ്രെയിമിലും ഒരുതരം അസ്വസ്ഥതയും പിരിമുറുക്കമൊക്കെ നിറയ്ക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. വളരെ സിമ്പിളായ ഒരു രംഗം പോലും അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് കൊണ്ട് വേറെ ലെവലിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ സിനിമയിലെ വയലൻസ് വെറുതെ ചോര കാണിക്കാൻ വേണ്ടി മാത്രമല്ല, കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥ കാണിക്കാൻ കൂടിയാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. ആക്ഷനുകളൊക്കെ ആണെങ്കിലും കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് വെറും ഒരു അടിപൊളിയായിട്ടില്ല, കഥയുടെ ഒരു സ്വാഭാവിക ഒഴുക്കിനനുസരിച്ചാണ് ഇത് പോകുന്നത്. ഓരോ ഇടിയുടെയും ഭാരം നമുക്ക് പ്രേക്ഷകർക്ക് നെഞ്ചിൽ ഫീൽ ചെയ്യും. ആ ഒരു ഗ്രിറ്റി ഫീല് സിനിമയിൽ മുഴുവൻ കൊണ്ടുവരാൻ സംവിധാനം കഴിഞ്ഞിട്ടുണ്ട്. ഈ പെർഫോമൻസിലേക്ക് വരാം. അതായത് ലോകേഷ് കനകരാജ് എന്ന സംവിധായകൻ ഒരു നടനായി വരുമ്പം പലർക്കും സംശയങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആ സംശയങ്ങളൊക്കെ കാറ്റിൽ പറത്തുന്നൊരു പ്രകടനമാണ് അദ്ദേഹം ഇതിനകത്ത് കാഴ്ചവെച്ചിരിക്കുന്നത്. തൻ്റെ കഥാപാത്രത്തിന് വേണ്ടി പരുക്കൻ ഭാവത്തിലും അതിൻ്റെ ഉള്ളിലെ വേദനയും പ്രതികാരവും ഒക്കെ അദ്ദേഹം വളരെ നാച്ചുറലായി അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പുതിയ നടൻ്റെ ഒരു പതർച്ചയും ലോകേഷ് കാണാനില്ല. പലപ്പോഴും ഡയലോഗുകളേക്കാൾ അദ്ദേഹത്തിൻ്റെ ലുക്കും ബോഡി ലാംഗ്വേജുമാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ക്യാരക്ടറിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ വാമിക ഗബ്ബിയുടെ പ്രകടനം എടുത്തു പറയണം. വെറും ഒരു നായികയായിട്ട് ഒതുങ്ങാതെ സിനിമയുടെ ഇമോഷണൽ വശങ്ങളിൽ നല്ലൊരു പങ്ക് അവർക്കുണ്ട്. ലോകേഷിൻ്റെ ക്യാരക്ടറിൻ്റെ ജീവിതത്തിൽ അവർക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ആ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വാമികയ്ക്ക് നന്നായിട്ട് സാധിച്ചിട്ടുണ്ട്. അവരുടെ കെമിസ്ട്രിയും സ്ക്രീനിൽ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. മറ്റെല്ലാ സഹതാരങ്ങളും കൊള്ളാം. അവരുടെ റോളുകളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആരും ഓവർ ആക്ടിങ് ചെയ്ത് സിനിമയുടെ മൂഡ് നശിപ്പിക്കുന്നില്ല. അതുപോലെ എല്ലാവരും ആ ഇരുണ്ട ഒരു ലോകത്തിന് ചേർന്ന ക്യാരക്ടേഴ്സായി മാറിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കഥയിൽ പുതുമയൊന്നും ഇല്ലെങ്കിലും അരുൺ മാധേശ്വരൻ്റെ സംവിധാനവും ലോകേഷിൻ്റെ അടക്കമുള്ള ആളുകളുടെ പ്രകടനവും DCയെ ഒരു സാധാരണ സിനിമയിൽ നിന്ന് ഒരു പടി മുകളിലേക്ക് ഉയർത്തുന്നു. ഇതൊരു മികച്ച വാച്ചബിൾ സിനിമയാണ്. പക്ഷേ ഇതിനെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആക്കി മാറ്റുന്നത് ഈ ഘടകം മാത്രമല്ല. ഇനി നമുക്ക് ഈ സിനിമയുടെ യഥാർത്ഥ ഹീറോയിലേക്ക് വരാം, അനിരുദ്ധ് രവിചന്ദർ. സത്യം പറഞ്ഞാൽ DCക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ പണം കൊടുക്കുന്ന കഥ കാണാൻ വേണ്ടി മാത്രമല്ല, അനിരുദ്ധിൻ്റെ സംഗീതം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനാണ്. ഒരു സിനിമയിൽ BGMന്റെ റോൾ എന്താണ്? കഥയെ സപ്പോർട്ട് ചെയ്യുക, സീനുകളുടെ തീവ്രത കൂട്ടുക, അല്ലെങ്കിൽ ഇമോഷൻസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. പക്ഷേ അനിരുദ്ധ് ഇവിടെ ചെയ്യുന്നതല്ല. അദ്ദേഹത്തിൻ്റെ പശ്ചാത്തല സംഗീതം സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. DC നമ്മൾ കാണുന്നതാണ്. കാരണം അതായത് വളരെ സാധാരണ ഒരു രംഗം, ഒരു നായകൻ ഒരു സ്ഥലത്തേക്ക് നടന്നു വരിക എന്ന് വെക്കുക. ആ സ്ക്രീനിൽ വലിയ സംഭവങ്ങളൊന്നും കാണിക്കുന്നില്ല. പക്ഷേ ആ സമയത്ത് അനിരുദ്ധിൻ്റെ BGM പ്ലേ ചെയ്യാൻ തുടങ്ങുന്നതോടെ ആ സീൻ മൊത്തത്തിൽ മാറും. ആ നടത്തത്തിനൊരു ഭാരം വരും, ഒരു സ്റ്റൈൽ വരും, തിയേറ്റർ മുഴുവൻ ഒരു പ്രത്യേക എനർജി വരും. നമ്മൾ അറിയാതെ സീറ്റിൽ നിന്ന് നിവർന്നിരിക്കുക. അതാണ് അനിരുദ്ധിൻ്റെ മാജിക്. അതുപോലെ DCയിലെ ആക്ഷൻ സീക്വൻസ് നോക്കിയാൽ സംവിധായകൻ ഗംഭീരമായി തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ഇടിയുടെ ശബ്ദത്തോടൊപ്പം അനിരുദ്ധിൻ്റെ ബീറ്റ് കൂടി ചേരുമ്പോഴാണ് ആ ഇടിയുടെ യഥാർത്ഥ ഇമ്പാക്റ്റ് നമ്മുടെ നെഞ്ചി വന്ന് കൊള്ളുന്നത്. ഓരോ ആക്ഷൻ ബ്ലോക്കിനും കൊടുത്തിരിക്കുന്ന മ്യൂസിക് ആ രംഗത്തെ ഒരു ഇവൻ്റാക്കി മാറ്റിയാണ്. ഒരു അടി മാത്രം, ഇതൊരു ആഘോഷമാണ് തോന്നിപ്പിക്കുന്ന പോലെയാണ് അനിരുദ്ധിൻ്റെ സംഗീതം അതിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ ഇമോഷണൽ സീനുകളിലും നായകൻ്റെ ഉള്ളിലെ വേദനയും നിസ്സഹായതയും നമ്മളിലേക്ക് എത്തിക്കുന്നതും പലപ്പോഴും ഡയലോഗുകൾക്കല്ല, അതിനകത്ത് വരുന്ന BGMനാണ് കൂടുതൽ പ്രാധാന്യം. ഒരു നിശബ്ദമായ നോട്ടത്തിന് പോലും 1000 വാക്കുകളുടെ ശക്തി നൽകാൻ അനിരുദ്ധിൻ്റെ സംഗീതത്തിന് കഴിയുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് സിനിമയുടെ തിയേറ്റർ അനുഭവം എന്ന് കാഴ്ച മാത്രമല്ല, കേൾവി കൂടാണ്. നല്ലൊരു സൗണ്ട് സിസ്റ്റം ഉള്ള തിയേറ്ററിൽ DC കാണുമ്പോൾ അനിരുദ്ധിൻ്റെ മ്യൂസിക് നിങ്ങളെ പൊതിയും. അത് നൽകുന്ന ഒരു വൈബ്രേഷൻ സാധാരണ പ്രേക്ഷകരെ പോലും സിനിമയുടെ ഭാഗമാക്കും. ഈ സിനിമ ഒരുപക്ഷെ നിങ്ങൾ OTT കണ്ട ഒരു നല്ല സിനിമയായിട്ട് തോന്നാം. പക്ഷേ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ആ ഗൂസ്പം മൊമെന്റുകൾ, ആ രോമാഞ്ചം, അത് നിങ്ങൾക്ക് നഷ്ടപ്പെടും. ആ അനുഭവം നൽകുന്ന 90% അനിരുദ്ധിൻ്റെ പശ്ചാത്തല സംഗീതമാണ്. അനിരുദ്ധിൻ്റെ സംഗീതം ഇല്ലായിരുന്നു DC ഒരു സാധാരണ ഡാർക്ക് പ്രതികാര സിനിമയെ ഒതുങ്ങിപ്പോയിന്. പക്ഷേ ഈ സംഗീതം സിനിമയ്ക്ക് നൽകുന്ന കൊമേഴ്ഷ്യൽ എനർജി വേറൊരു ലെവലാണ്. ഒരു മാസ് അപ്പീൽ സിനിമയ്ക്ക് കൊണ്ടുവരുന്നുണ്ട് ഈ സംഗീതം. അതുപോലെ പരിചിതമായ ഒരു കഥയെ പോലും വളരെ ഫ്രഷ് ആയിട്ട് തോന്നിപ്പിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. സിനിമയുടെ വേഗത കുറയുന്നു എന്ന് നമുക്ക് തോന്നുമ്പോൾ ഒക്കെ അനിരുദ്ധിൻ്റെ ആ മ്യൂസിക് വന്ന് പെട്ടെന്ന് തന്നെ ആ പഴയ ട്രാക്കിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞ DCയുടെ യഥാർത്ഥ സ്റ്റാർ അനിരുദ്ധാണ്. കഥ ഒരു അസ്ഥികൂടം മാത്രമാണെങ്കിൽ അതിന് മുകളിൽ മാംസവും രക്തവും നൽകുന്ന സംവിധാനവും അഭിനയമാണ്. എന്നാൽ അതിന് ജീവൻ നൽകുന്നത്, അതിൻ്റെ ഹൃദയമിടിപ്പായി മാറുന്നത് അനിരുദ്ധിൻ്റെ സംഗീതമാണ്. ഈ 3 ഘടകങ്ങളും തമ്മിലുണ്ടായ ഒരു കെമിസ്ട്രിയാണ് ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ടുള്ളത്. നിങ്ങൾ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഒരുപക്ഷെ കഥ പൂർണ്ണമായി ഓർത്തിരിക്കില്ല. പക്ഷേ ചില രംഗങ്ങളും അതിനോടൊപ്പം ഉണ്ടായിരുന്ന പശ്ചാത്തല സംഗീതവും നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും പോകില്ല. അതാണ് സിനിമയുടെ വിജയം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ DC എങ്ങനെയുണ്ട്? ഇതൊരു പെർഫെക്റ്റ് സിനിമയാണോ? അല്ല.
അതിന് അതിൻ്റേതായ കുറവുകളുണ്ട്, പ്രത്യേകിച്ച് കഥയുടെ കാര്യത്തിൽ. എന്നാൽ നിങ്ങളൊരു നല്ല തിയേറ്റർ അനുഭവം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ സ്റ്റൈലിഷായ മേക്കിങ്ങും ശക്തമായ പ്രകടനങ്ങളും എല്ലാത്തിനും ഉപരിയായി രോമാഞ്ചം തരുന്ന പശ്ചാത്തല സംഗീതം ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഡി സി ഇനിയും കാണാത്തവർക്ക് ധൈര്യമായിട്ട് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാവുന്ന സിനിമയാണ്. ഇതൊരു 18+ സിനിമയാണ്, ഫാമിലി എൻ്റർടൈൻമെൻ്റ് ഒന്നുമല്ല. വയലൻസും ഡാർക്ക് തീമുകളും ഇഷ്ടപ്പെടുന്നവർക്ക്, പ്രേക്ഷകർക്കാണ് ഈ സിനിമ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ DC കണ്ടവരാണെങ്കിൽ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അനിരുദ്ധൻ്റെ സംഗീതമാണോ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സിനിമ ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്ക്, വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.